പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ജീവിത കഥയുടെ അടുത്ത ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ഗൾഫിൽ പോയി അവിടുത്തെ ശമ്പളം കിട്ടാതെ നമ്മൾ റൂമിൽ സ്ട്രൈക്ക് ചെയ്ത് ഇരിക്കുന്ന കാര്യം വരെ പറഞ്ഞു. രണ്ടാമത്തെ ചേട്ടച്ചാരെ വിളിച്ച് ജോലിയുടെ കാര്യം സംസാരിച്ചു. രണ്ടാമത്തെ ചേട്ടൻ അങ്ങനെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടച്ചാരെ വിളിച്ചു. അവരൊക്കെയുള്ള കമ്പനിയിൽ 2 ദിവസത്തേക്ക് ഇച്ചിരി പണിയുണ്ട്, ഒന്ന് നിനക്ക് വരാമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനെന്താ ആവട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടച്ചാറ് റൂമിൽ ചെയ്യുകയും പിറ്റേന്ന് രാവിലെ അവിടുന്ന് തന്നെ ഇവർക്കുള്ള വണ്ടിയിൽ ഇവർക്കുള്ള സൈറ്റിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറേ പൈപ്പുകൾ, അതായത് ഫയർ ഫൈറ്റിൻ്റെ പണിയാണ് അവരന്ന് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവസ്ഥകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫയർ അലാറം മുഴക്കി അതിൽ നിന്ന് പൗഡറും വെള്ളവും ഒക്കെ ചീറ്റുന്ന ഒരു പണി. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് കുറെ പൈപ്പുകൾ അവർക്കുള്ള ഷെഡിനകത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ പൈപ്പിന് പ്രൈമർ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി അവിടെ എൻ്റെ കൂട്ടത്തിൽ വേറെ 2 പേരും കൂടെ ഉണ്ട് ഈ പ്രൈമർ അടിക്കാൻ വേണ്ടി. ഞാനും അവരുടെ കൂട്ടത്തിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാനും അവരുടെ കൂട്ടത്തിൽ നിന്ന് അടി തുടങ്ങി. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞ് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തല നല്ല രീതിയിൽ ചുറ്റി ഛർദിൽ തുടങ്ങി. ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് യാതൊരു കാരണവശാലും പിടികിട്ടുന്നില്ല. അങ്ങനെ 1-2 പ്രാവശ്യം ഛർദിച്ച് ഞാൻ കഴിയുമ്പോൾ കൂടെ നിന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ഈ ടർപ്പന്റെ സ്മെല്ല് പുതിയതായിട്ട് കേട്ടത് കൊണ്ടാണ് ഇങ്ങനെ തലയ്ക്ക് പിടിക്കുകയും തല ചുറ്റുകയും ചെയ്തത്, ഛർദിക്കുകയും. അങ്ങനെ ചേട്ടച്ചാരെടുത്ത് ഇവർ എന്ന് പറഞ്ഞു ഇതുപോലെ അവന് ഛർദിൽ വന്ന് അവന് വയ്യാന്ന്. ചേട്ടൻ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് പോരുന്നു. അന്ന് വൈകിട്ട് ചേട്ടച്ചാർ വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ എത്തുമെന്ന് അറിയത്തില്ല എനിക്ക്. അത് ഇനിയിപ്പം നാളെ നീ വരട്ട, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ശരിയാവട്ടെ. അങ്ങനെ പോവുകയും ചേട്ടച്ചാർ പിന്നെ ജോലിയുടെ കാര്യം ചേട്ടച്ചാർ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കത്തില്ല. കാര്യം ചേട്ടച്ചാറിന് അതോടുകൂടി മതിയായി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി. ഇങ്ങനെ ഒരാളെ കൂട്ടത്തിൽ, അതായത് കൂടുതൽ ആൾക്കാർ ഒന്നുമില്ല അയാളെ കൂട്ടത്തിൽ, അയാൾ തന്നെയാണ്. പിന്നെ അയാളെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു പണികളൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുകയും പരിചയപ്പെട്ട് അയാളെ കൂട്ടത്തിൽ ഞാൻ ചെയ്തു. അങ്ങനെ 2 ദിവസം പോയിക്കൊണ്ടിരുന്നപ്പോൾ 3-ാമത്തെ ദിവസം ക്യാമ്പിൽ വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇതുപോലെ അറബാബ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ വെളിയിൽ ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടെന്ന് അറബാബ് പറഞ്ഞു, അതുകൊണ്ട് ആൾക്കാരെ പിടിക്കാൻ വേണ്ടി അറബാബ് വരും എന്നൊക്കെ പറഞ്ഞു. രാത്രി സമയങ്ങളിലായിരിക്കും ഈ അറബാബ് വരുന്നത്. അന്ന് പിറ്റേന്ന് ജോലിക്ക് പോയിട്ട് ഞാൻ തിരിച്ച് ക്യാമ്പിലേക്ക് വന്നില്ല. ഞാൻ ഈ ജോലി സ്ഥലത്ത് തന്നെ, അതായത് ചെറിയ ചെറിയ വില്ലകൾ കെട്ടിയുള്ള പണികളാണ്, അവിടുത്തെ പണികളാണ് ചെയ്യുന്നത്. ഞാൻ ഈ സൈറ്റിൽ തന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് പേപ്പർ, അതായത് ഒരു ചായക്കട ഉണ്ടായിരുന്നു, ആ കടയിൽ നിന്ന് പേപ്പർ മേടിച്ച് ഞാൻ ഈ സൈറ്റിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു ദിവസം പോയി, 2 ദിവസം പോയി. 3-ാമത്തെ ദിവസം ഈ ചായക്കടക്കാരനാന്ന് തോന്നുന്നു ഈ മറ്റേ ചെയ്യുന്ന കക്ഷി എടുത്ത് പറഞ്ഞതുപോലെ ആള് റൂമിലൊന്നും പോകുന്നില്ല, സൈറ്റിൽ തന്നെ കിടക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ കക്ഷി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു റൂം ഇല്ലയോ. ഞാൻ കാര്യം പറഞ്ഞതുപോലൊക്കെയാണ്. ഇങ്ങനൊരു കാര്യം ചെയ്യും, എനിക്കുള്ള റൂമിൽ ഒരു വേക്കൻസി ഉണ്ട്, എൻ്റെ റൂമിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഇയാൾക്കുള്ള റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് സൈറ്റിൽ വരും, പണിയെടുക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു
കുറച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് പണി ഷോർട്ടേജ് വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് പണിയില്ല, നമുക്ക് പിന്നെ പണിയില്ലാതെ വന്നു. പണിയില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മളതിൽ പൈസ ഇല്ലല്ലോ. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീട്ടില് കാശുകളൊന്നും അയക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഈ മറ്റേ പുതിയതായിട്ട് വന്ന കമ്പനിയിൽ 6-7 മാസം സാലറി പെൻഡിങ്. പിന്നെ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള പൈസകൾ ഒക്കെ കിട്ടുന്നത്. അതൊന്നും നമുക്ക് വീട്ടിൽ അയക്കാനോ പിടിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും, അതായത് ഇയാൾക്ക് പണിയില്ലാതെ വന്നപ്പോൾ നമ്മൾ ഈ റൂം വാടകയും മെസ്സ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനൊക്കെ പൈസ കൊടുക്കണം. ഇങ്ങനെ വീണ്ടും ഞാൻ ഓരോരുത്തരത്ത് പണി തിരക്കി കുറച്ച് ദിവസം അവിടെ നിന്നുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 10 ദിവസത്തിനകത്തുള്ള പണികൾ കിട്ടി. ഞാൻ അവിടെ നിന്ന് പണിയെടുത്ത് ഈ റൂം റെന്റും കാര്യങ്ങളും അതും ഇതൊക്കെ കഴിച്ച ആഹാരത്തിൻ്റെ ഒക്കെ പൈസ കൊടുത്തിട്ട് ഞാൻ ഈ റൂമിൽ നിന്ന് വീണ്ടും ഞങ്ങളെ പഴയ അക്കോമഡേഷനിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആൾക്കാർ, അതായത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വെളിയിൽ പോയി പണിയെടുക്കാൻ തുടങ്ങി. അവരൊക്കെ ഓരോ സെപ്പറേറ്റ് റൂമുകളൊക്കെ ആയി. അങ്ങനെ ഞാൻ ഈ വെളിയിൽ പോയി പണിയെടുക്കുന്ന അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പണിയുണ്ട്, നീ വരുന്നെങ്കിൽ വാ, റൂമൊക്കെ ശരിയാക്കി തരാം. അങ്ങനെ ഞാൻ അയാളൊപ്പം പോയി. അയാളുടെ റൂമിൽ തന്നെ എനിക്കൊരു വേക്കൻസി തന്നു. ഞാൻ അയാൾക്കുള്ള റൂമിൽ തന്നെ കിടന്നു ജോലികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതായത് ലേബർ സപ്ലൈയിലാണ് ജോലി. അതായത് ലേബർ സപ്ലൈയിൽ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കമ്പനികൾ കോണ്ടാക്ട് എടുത്തിട്ട് അവർ ജോലി ചെയ്ത് അവർക്കുള്ള മാൻ പവർ പോരാന്ന് വരുമ്പോഴാണ് ഈ വെളിയിൽ നിന്ന് ലേബർ സപ്ലൈ ആളിനെ എടുത്ത് പെട്ടെന്ന് ജോലികൾ ചെയ്തത്. അങ്ങനെ ഈ ലേബർ സപ്ലൈ ജോലിക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം കിട്ടും, 10 ദിവസം കിട്ടും. അങ്ങനെ തുടർച്ചയായിട്ട് ഈ ലേബർ സപ്ലൈയിൽ പണി കിട്ടാതെ വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അതായത് ഒരു മാസത്തിൽ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം പണി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള ചെലവിന് റൂം വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കാനേ കാണും. നാട്ടിലോട്ടൊന്നും പൈസ അയക്കാനായിട്ട് കാണുന്നില്ല. അങ്ങനെ ഗൾഫിൽ കിടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നരകിച്ചു. അങ്ങനെ വീണ്ടും നമ്മൾ എന്തായാലും നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തുടർച്ചയായിട്ട് വീണ്ടും നമ്മൾ ലേബർ സപ്ലൈയിൽ ഓരോ അന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഒരു ചെറിയൊരു ഡയറിക്കകത്ത് ഒരു 10-200 ലേബർ സപ്ലൈ കമ്പനിയുടെ നമ്പർ തന്നെ നമ്മളിലുണ്ട്. അങ്ങനെ ഈ ഡെയിലി എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ജോലി, ലേബർ സപ്ലൈകളിൽ വെച്ച് ജോലി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുക. അങ്ങനെ ഈ വിളിച്ച് ഉപയോഗിക്കും. ഒരിടത്ത് കിട്ടും, 10 ദിവസം കിട്ടും, ചിലപ്പം 5 ദിവസം കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടായിരുന്നപ്പോഴത്തേക്ക് ഷാർജയിൽ ഒരു ലേബർ സപ്ലൈയിൽ തുടർച്ചയായിട്ട് പണി അവിടെ ഉള്ള ഒരു ലേബർ സപ്ലൈ. അങ്ങനെ ഞാൻ അവിടുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള ജോലിക്കാരനായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അത് ഏകദേശം അന്നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലത്തോളം ആവുന്നു. അന്നേരം ഞങ്ങളെ പഴയ ആൾക്കാരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്, പഴയ കമ്പനിയുടെ പഴയ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ഉണ്ട്. അന്നേരം ഒരു ദിവസം വിളിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ പഴയ കമ്പനിയിലുള്ള ഒരു പേഷ്യൻ്റ് പറഞ്ഞു, എൻ്റെ അറബാബ് ഇതുപോലെ അവിടെ ഈ നമുക്ക് വേറൊരു വിസയാക്കാൻ വേണ്ടി പെർമിഷൻ നമ്മൾ അറബാബ് തരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് റിലീസ് തരുന്നുണ്ട്. 5000 ദിർഹംസ് അറബാബിന് കൊടുത്തു കഴിഞ്ഞാൽ അറബാബ് റിലീസ് തരുമെന്നു. ആ പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിൽ കൊണ്ടുവച്ച് വിസയാക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു, പൈസ ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന ഇത്ര 5000 ദിർഹംസ് നമ്മൾ ഉണ്ടാക്കുന്നു, എന്നാലും ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞ് അങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് പണികളൊക്കെ കിട്ടി. അങ്ങനെ പൈസകൾ ആയപ്പോഴത്തേക്ക് അന്നെന്ന് പറഞ്ഞാൽ ലേബർ സപ്ലൈയിൽ നമ്മൾ പോയി ജോലി എടുക്കുമ്പോഴത്തേക്കും മണിക്കൂർ ഹിസാബിലാണ് അവർ പൈസ തരുന്നത്. അതായത് മണിക്കൂറിന് 7 ദിർഹംസ്, 10-12 മണിക്കൂർ അതായത് ജോലി കിട്ടും. അങ്ങനെ 10-12 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് നമ്മൾ പൈസകൾ ഉണ്ടാക്കി 5000 ദിർഹംസ് കൊടുത്ത് നമ്മൾ റിലീസ് പേപ്പർ
നോക്കിക്കോണം, നമ്മൾ ഒരു 6-7 മാസം അവിടെ ജോലി ചെയ്ത് ശമ്പളം കിട്ടിയില്ല. വീണ്ടും നമ്മൾ 10,000 ദർഹംസ്, അന്ന് 5,000 ദർഹംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ മണി ഏകദേശം 70,000 രൂപ മേളിലായി അന്നത്തെ കാലത്ത്. അത്രയും പൈസ വീണ്ടും കൊടുത്ത് നമ്മൾ റിലീസ് മേടിച്ച് ഇത് ചെയ്ത് അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ജോലി ചെയ്ത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ലേബർ സപ്ലൈയിൽ കൊണ്ടുവച്ച് മിസ്സാക്കി. ഇനി അടുത്ത കാര്യങ്ങൾ അടുത്ത ഭാഗത്തിൽ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട്